സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ ഒരു വരുമാന മാർഗം തേടുകയാണോ? എന്നാൽ നിങ്ങൾക്കുള്ള ഒരു മികച്ച നിക്ഷേപ പ്ലാൻ ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആനുറ്റി ഡെപ്പോസിറ്റ് സ്കീം. ഇത് വിശ്വസ്തവും സ്ഥിരതയുള്ളതുമാണ്. ഈ ഒരു സ്കീമിലൂടെ ഒറ്റത്തവണ നിക്ഷേപത്തിലൂടെ നിങ്ങൾക്ക് പ്രതിമാസം വരുമാനം നേടാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് നേടാൻ സാധിക്കുന്നത്, ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുഴുവനായി കണ്ടാൽ മനസ്സിലാകും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. ഈ പദ്ധതിയിൽ നിന്ന് എങ്ങനെയാണ് പ്രതിമാസം വരുമാനം കണ്ടെത്തുക എന്നത് അറിയുന്നതിന് മുമ്പ് എന്താണ് ഈ പദ്ധതി എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ ഈ പദ്ധതി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ലംസമായി ഒരു തുക SBIയിൽ ഈ ഒരു സ്കീമിലൂടെ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ EMIയുടെ രൂപത്തിൽ പ്രതിമാസം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു തുക ക്രെഡിറ്റ് ആകുന്നു. നിങ്ങൾ ചൂസ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് കാലയളവിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു എമൗണ്ടിൽ വ്യത്യാസം വരുന്നത്. സാധാരണ നിങ്ങൾ ഒരു FD ഒരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ ഒരു തുകയുടെ റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നത് 3 മാസത്തിലോ അല്ലെങ്കിൽ 1 വർഷത്തിലോ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. 3, 5, 7, 10 എന്നിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു പദ്ധതിയുടെ കാലയളവ് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പദ്ധതിയുടെ കാലാവധി അനുസരിച്ച് 6.5% അതുമല്ലെങ്കിൽ 7.5% പലിശ നിരക്കും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു സ്കീമിൽ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. ഇന്ത്യൻ സിറ്റിസൺസിനും അതുപോലെ തന്നെ കുട്ടികൾക്കും വരെ ഈ ഒരു സ്കീമിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ NRIസിന് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. 15 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് പ്രീമെച്യൂർഡ് വിഡ്രോവൽ സാധ്യമാണ്. പക്ഷേ പിഴ നൽകേണ്ടി വരും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾ എത്ര രൂപയാണോ ഈ ഒരു സ്കീമിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു തുകയുടെ 75% വരെ നമുക്ക് ലോൺ നേടാനും സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു സ്കീമിൽ എത്ര രൂപ വരെയാണ് നിക്ഷേപിക്കാൻ സാധിക്കുന്നത് നോക്കാം. 1000 രൂപ മുതൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഈ ഒരു പദ്ധതിയിലൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഈ ഒരു സ്കീമിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഒരു 2 ലക്ഷം രൂപ 5 വർഷത്തേക്ക് നിക്ഷേപിച്ചു എന്ന് കരുതുക. 1 വർഷത്തേക്ക് 6.5% പലിശ നിരക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ പലിശ ഇനത്തിൽ വരുന്ന തുക ബാങ്ക് ഓരോ 3 മാസം കൂടുമ്പോഴും കോമ്പൗണ്ട് ചെയ്യുന്നു. അത് 5 വർഷം ആകുമ്പോഴേക്കും 76,080 രൂപയായി വളരുന്നു. അപ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച തുക 2 ലക്ഷം രൂപയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത് 2,76,080 രൂപയാണ്. ഈ ഒരു 76,080 രൂപ എന്ന തുക പ്രതിമാസം 4,600 രൂപ എന്നോണം ഒരു മന്ത്ലി ഇൻകമായി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നു. ഇത് 60 മാസം വരെ തുടർച്ചയായി നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. മന്ത്ലി നിങ്ങൾക്ക് ഈ ഒരു തുക ക്രെഡിറ്റ് ആകുകയും അത് മാത്രമല്ല നിങ്ങൾ ഇനിഷ്യലി നിക്ഷേപിച്ച 2 ലക്ഷം രൂപ 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സേഫ് ആയി തിരികെ എത്തുകയും ചെയ്യുന്നു. ഈ പദ്ധതി പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയാണെന്ന് നമുക്ക് നോക്കാം. സ്ഥിരമായി പ്രതിമാസം ഒരു ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന സീനിയർ സിറ്റിസൺസ്, അതുമല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ആളുകൾ എന്നിവർക്ക് വേണ്ടിയാണ് പ്രധാനമായും ഈ ഒരു പദ്ധതി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മാർക്കറ്റ് റിസ്ക് ഒഴിവാക്കി സുരക്ഷിതമായ ഒരു നിക്ഷേപം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു പദ്ധതി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾ നിക്ഷേപിക്കുന്ന ലംസം എമൗണ്ടിൽ നിന്ന് പ്രതിമാസം ഇത്തരത്തിൽ കൃത്യമായ ഒരു വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു പദ്ധതി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് മാത്രമല്ല ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് ഒരു ലോൺ വേണമെങ്കിലും ഈ ഒരു സ്കീമിലൂടെ നിങ്ങൾക്ക് ലോണും നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് എല്ലാ മാസവും നിശ്ചിത എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് തന്നെയാണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ SBI പോലുള്ള ഒരു ബാങ്കിലാണ് നമ്മളുടെ തുക നമ്മൾ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മാത്രമല്ല എത്ര കാലം വരെയാണ് നിങ്ങളുടെ തുക നിക്ഷേപിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ഗുണമായി എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് ലോണും എടുക്കാൻ സാധിക്കുന്നു. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ നോമിനിയുടെ കൈകളിൽ നമ്മൾ നിക്ഷേപിച്ച പണം സുരക്ഷിതമായി എത്തുകയും ചെയ്യുന്നു. ഇനി ഒരു പദ്ധതിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്കാർക്ക് ഈ ഒരു പദ്ധതി എല്ലാവർക്കും എടുക്കാൻ സാധിക്കും. പക്ഷേ NRI ആളുകൾക്ക് ഈ ഒരു പദ്ധതി എടുക്കാൻ സാധിക്കില്ല. ഇൻകം ടാക്സ്
നിയമപ്രകാരമുള്ള ടാക്സ് റിഡക്ഷന് ശേഷമുള്ള തുകയാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്ത കാലയളവിന് മുമ്പിൽ നിങ്ങൾ പണം വിഡ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിഴ നൽകിക്കൊണ്ട് ആ ഒരു പണം എടുക്കേണ്ടി വരും. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? അടുത്തുള്ള SBI ബ്രാഞ്ചുകളിൽ നിന്നോ അതുമല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങിലൂടെയോ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എത്ര രൂപയാണോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ലംസം എമൗണ്ട് ഏതാണെന്ന് ചൂസ് ചെയ്യുക. അതിനുശേഷം എത്ര കാലയളവിലാണ് നിങ്ങൾ ഈ ഒരു പണം നിക്ഷേപിക്കാൻ പോകുന്നത് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അവസാനമായി ഏത് തരത്തിലുള്ള പേയ്മെന്റ് മെത്തേഡ് ആണോ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതും സെലക്ട് ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുകയും ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, പ്രതിമാസം നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ഇൻകം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എങ്ങനെ നിക്ഷേപിക്കണം, എവിടെ നിക്ഷേപിക്കണം, എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ, ആർക്കൊക്കെയാണ് നിക്ഷേപിക്കാൻ കഴിയുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏത് തരത്തിലുള്ള പുതിയ വീഡിയോ ആണ് വേണ്ടതെന്നും താഴെ കമന്റ് ബോക്സിൽ പറയൂ. നമുക്ക് ആ വീഡിയോസും ചെയ്യാവുന്നതാണ്. പിന്നെ മറക്കണ്ട, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.